എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും അടുത്ത ആഴ്ചയുടെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്സുമാണ് നമുക്ക് പ്രചോദനം ആയിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ എന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ദയനെ കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ സുചിത്രയോടും പ്രിയാമണിയോടും ഇഷ്ടം തുറന്നു പറയാണ്. അവളുടെ യൂട്രസിനകത്തൊരു ഗ്രോത്ത് ഉണ്ട്, അത് ബയോപ്സിക്ക് അയച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ റിസൾട്ട് വന്നാൽ മാത്രം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. കാരണം യൂട്രസ് റിമൂവ് ചെയ്യേണ്ട വരുമോ ഇല്ലയൊന്നും അറിയത്തില്ല എന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സുചിത്രവും ദൈവമേ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു ചോദിക്കാം. പ്രിയാമണി പറഞ്ഞു, അവരുടെ അഹങ്കാരം, ആ മനസ്സിനോട് അഹങ്കാരം ചെറുതല്ലായിരുന്നല്ലോ. എന്റെ മോളെ എത്രമാത്രം കളിയാക്കിയിട്ടുണ്ട്, ദൈവമായിട്ട് കൊടുത്ത ശിക്ഷയാന്ന് പറയണം. ഇത് കേട്ടതും മാഷ് പറഞ്ഞു, അതെ ഇങ്ങനെയൊന്നും പറയരുത്. ഒന്നുമല്ലേലും അതേ ഇതിന് മാത്രം എന്ത് പാവം ചെയ്തു, എത്ര മാത്രം ആഗ്രഹത്തോട് കൂടിയിട്ടാ ഒരു കുഞ്ഞ് അവരുടെ വയറ്റിലുണ്ടായെന്ന് ചോദിക്കുക. ഇഷിത് പറഞ്ഞു, ശരിയാ അമ്മ, അവളെ കുറിച്ച് ഓർക്കണം. അല്ല മനസ്സിനെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ കുറിച്ച് ചിന്തിക്കണ്ട. അല്ലെങ്കിലും അവർക്ക് വികാരങ്ങളും വിചാരങ്ങളും ഒന്നുമില്ലല്ലോ. മറ്റുള്ളവരുടെ വികാരങ്ങൾ അവർ പരിഗണിക്കാറില്ല. അതുകൊണ്ട് അവരെ കുറിച്ച് ചിന്തിക്കണ്ട. പക്ഷേങ്കില് ചിന്തിക്കേണ്ട ആള് വേറെയാ. ദേയനെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറയണം. മാധവൻ നല്ലവനൊന്നും അല്ലല്ലോ. അവൻ നിന്നെ ഇതേ കുഞ്ഞുങ്ങളുണ്ടാവെന്ന് പറഞ്ഞ് നിഷ്കാരണം വലിച്ചെറിഞ്ഞല്ലേന്ന് ചോദിക്കാം. അത്രയും നാള് സ്നേഹിച്ചിട്ട് ആ വിഷയം വിട്ടേക്കമ്മേ, ഞാൻ ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇത് കേട്ടപ്പം പ്രിയാമ്മയോട്, ഞാൻ വിളിക്കുന്ന ദൈവങ്ങളൊന്നും വെറുതെ അല്ല, ഇതാ പറയുന്നത്, വിളിച്ചാൽ വിളിപ്പുറത്ത് കേൾക്കുന്ന ദൈവങ്ങളാന്ന്. ഇപ്പൊ കണ്ടില്ലേ ദൈവമായിട്ട് അവർക്ക് കൊടുത്ത ശിക്ഷ കൊടുത്തേ. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ വന്ന് വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിപ്പോയതാ. കുഞ്ഞിന്റെ പേരിൽ ഈ ചടങ്ങിന് വിളിക്കും, അപ്പൊ നീ വരണം, മുഖ്യ കാർമ്മികത്വം വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ദൈവത്തിന് പോലെ വെല്ലുവിളി ഇഷ്ടപ്പെട്ടില്ല. എന്റെ മോളെ അത്രയേറെ കുത്തി നോവിച്ചിട്ടുണ്ട്, എന്റെ ഇഷിതമോളെ അത്രയേറെ സഹിച്ചിട്ടുണ്ട്. അത് മാത്രല്ല ആഷുവിനോട് എന്തൊക്കെ വർത്താനങ്ങൾ അവര് പറയുന്നേ. എന്നിട്ടും പാവ ആഷു അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് അവിടെ നിൽക്കുന്നില്ലേ. ദൈവമായിട്ട് കൊടുത്തൊരു ശിക്ഷയാന്ന് പറയണം. സുമിത്ര പറഞ്ഞു, ആ ചിറ്റ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ്. അവരുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത കൂലിയ. ഒരിക്കലും ദൈവത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ മനുഷ്യരും നടക്കരുത്. അതുകൊണ്ട് കിട്ടിയ കൂലിയാന്ന് പറയണം. ഇതൊന്നും പക്ഷെ മനസ്സിനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞ് മരിച്ച കാര്യം ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പിറ്റേ ദിവസം ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇഷിത ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഇഷിതനെ ഡോക്ടർ വിളിപ്പിക്കുകയാണ്. ഡോക്ടർ വിളിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അതെ യൂട്രസിനകത്ത് ദയയുടെ യൂട്രസിനകത്ത് ഒരു ഗ്രോത്ത് ഉണ്ട്, അത് ബയോപ്സിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. കാരണം ദയയുടെ സ്റ്റേജ് ഇച്ചിരി കാര്യങ്ങളൊക്കെ വെച്ചാൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ളതെന്ന് പറയണത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അവൻ ചോദിച്ചു, എന്താ ഡോക്ടർ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിക്കണം. കാരണം സേതുലക്ഷ്മി ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ആണ്. അല്ല ഞാൻ പറഞ്ഞെന്നുള്ളൂ, കാരണം അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തായെന്നും അറിയത്തില്ല. അങ്ങനെയാണ് ചിലപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട വരുമെന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല. മാധവൻ ചാടി എഴുന്നേറ്റ്, ഓഹോ അപ്പൊ എന്റെ അമ്മ പറഞ്ഞ് ശരിയല്ലേ, ഡോക്ടർ കൈക്കൂലി മേടിച്ചിട്ട് കാര്യം ചെയ്തല്ലേന്ന് ചോദിക്കണം. ഡോക്ടർ എന്താ നിങ്ങൾ പറഞ്ഞെന്ന് ചോദിക്കണം. അല്ല അവളുടെ കയ്യിൽ നിന്ന് ഇത്രയും ദിവസം ഞാൻ വെറുതെ മിണ്ടായിരുന്നു. എന്റെ കുഞ്ഞു മരിച്ചു പോയിട്ട് പോലും ഞാൻ ദയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാന്ന് കരുതി. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്, യൂട്രസ് റിമൂവ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾ ആ ഇഷിത ഡോക്ടർ പറയുന്ന കേട്ടില്ലേ ഇതൊക്കെ ചെയ്യുന്നേ, അവൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുക. ഇതേ അനാവശ്യം പറയരുത് കേട്ടോ. പിന്നീട് ഡോക്ടറെ സഹിക്കാൻ പറ്റില്ല, ഞാനൊരു ഡോക്ടറാ, എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല, അറിയാലോ. എന്റെ ഇതാണ് നിങ്ങൾ ചോദ്യം ചെയ്തേ. കാരണം എനിക്ക് എന്റെ ജോലി എന്ന് പറഞ്ഞാൽ അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരിക്കലും ഒരു ഡോക്ടർ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല. അത് മാത്രമല്ല അവരുടെ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടണമെന്ന് ചോദിക്കാം. എന്നാലും അവർക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ട്. ഇഷിത ഡോക്ടർക്ക് ആ ദേഷ്യം തീർത്തായിരിക്കും എന്ന് പറയാം. ഇനി ഒരു അക്ഷരം പോലും നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കർണം അടിച്ച് പൊട്ടിക്കുമെന്ന് പറയണം. മാധവ് വിഷമത്തോടെ അങ്ങോട്ട് ഇറങ്ങുക. മാധവ് നേരെ ഇഷിതയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നേ. ഇഷിതയുടെ മുറിയിലേക്ക് ചോദിച്ചു, അല്ല സത്യം പറയണം, നീ അല്ലേ അവളുടെ യൂട്രസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞെന്ന് ചോദിക്കണം. ഇത് കേട്ടത് ഇഷ്ടത്തിൽ, ഞാനോ, എനിക്കെന്തിനാ അതിന്റെ ആവശ്യം എന്താ മാധവെന്ന് ചോദിക്കാം. എനിക്കറിയാം നിനക്ക് സഹിച്ചില്ല, നീ പണ്ടത്തെ വൈരാഗ്യം തീർക്കാം. എന്റെ അമ്മ അപ്പോഴേ പറഞ്ഞ ദേ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണ്ട, ഇവിടുത്തെ CMI ആയിട്ട് നീയാന്നുള്ള കാര്യം. പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ചെയ്ത ചതിയെപ്പറ്റി. നീ എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞേ, നീയാണിപ്പോ ഈ യൂട്രസ് റിമൂവ് ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിരിക്കുന്നു പറയാം. മാധവ് എന്തൊക്കെയാ പറയുന്നേ, അവളുടെ യൂട്രസിനകത്തൊരു ഗ്രോത്ത് ഉണ്ട്, അത് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അതിന്റെ റിസൾട്ട് വരുവാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ എന്താ സംഭവം തരത്തില്ല, അങ്ങനെ വന്നാൽ റിമൂവ് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയണേ. അല്ല ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം. ഇത് കേട്ടത് മാധവൻ എന്ത് ചെയ്യാൻ നടത്തില്ല. പിന്നെ ഒരു കാര്യം, ഇത് വെച്ച് നീ എന്നെ ടാർഗറ്റ് ചെയ്യാൻ വന്നേക്കരുത്, പറഞ്ഞു കേട്ടല്ലോ. ഞാൻ ഡോക്ടർ ആശ്രിതയാ, അല്ലാതെ നീ പറയുന്ന കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നവളല്ല.
ഒരു ഡോക്ടറുടെ തീരുമാനം കാര്യങ്ങളും ഉണ്ട്. ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ നശിപ്പിക്കാനോ ഒരിക്കലും ഡോക്ടർ ശ്രമിക്കില്ല എന്ന് പറയാം. ഇനി അങ്ങനെ ഡോക്ടേഴ്സ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ പോലും ഡോക്ടർ ഇഷിതനെ ആ ഗണത്തിൽ നീ പെടുത്തണ്ടെന്ന് പറയണം. അങ്ങനെ അവനെ അവിടുന്ന് ഗെറ്റ് ഔട്ട് അടിച്ച് വിടുവാണ്. മാധവ് ആകെ ടെൻഷൻ അടിച്ച് പുറത്തേക്ക് വരുവാണ്. അപ്പോഴേക്കും ആഷിത അങ്ങോട്ട് കയറി വന്നു. ആഷിതയ്ക്ക് മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടെന്ന്. നേരെ ഇഷിതയുടെ അടുത്തേക്ക് കയറി വന്നിട്ട് എന്താ ഇഷ്യൂ പ്രശ്നം എന്ന് ചോദിക്കണം. എന്ത് ചെയ്യാനാ, ചേച്ചിക്ക് അറിയാവുന്ന കാര്യം തന്നെ. ഇപ്പം മാധവ് എനിക്ക് നേരെ തിരിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ കുറെ പ്രശ്നങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും. എനിക്ക് പോലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. നമ്മൾ ചെയ്യുന്നേക്കാൾ ഉപരി ദൈവത്തിന് ഒരു പ്ലാനുകളും പദ്ധതികളും കാണത്തില്ലെന്ന് ചോദിക്കാം. അത് ശരിയാ, പക്ഷേങ്കിൽ ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയത്തില്ലെന്ന് ആഷിത പറയണം. ചേച്ചി ധൈര്യമായിട്ടിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇതിനെ പേടിക്കണമെന്ന് പറയാ. അങ്ങനെ പിന്നീട് അവസാനം മനസ്സിനൊരു സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ തുടങ്ങുക. ഇനിയിപ്പം മൂടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ മനസ്സിന് സേതുലക്ഷ്മി ഡോക്ടറെ അടുത്ത് എന്നിട്ട് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കണേ. ഡോക്ടർ അപ്പത്തേനും പറഞ്ഞു, അതെ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്ന് ചോദിക്കും. ഇല്ല, കുഞ്ഞ് അപ്പം തന്നെ മരിച്ചുപോയിരുന്നു. മരിച്ച കുഞ്ഞിനെയാണ് ഞങ്ങൾ പുറത്തെടുത്തതെന്ന് പറയണം. ഇത് കേട്ടതും മനസ്സിലേക്ക് ഒരു ഞെട്ടലുണ്ടായത്. പിന്നീട് മനസ്സിന് കൊടുങ്കാറ്റ് പോലെ ഇഷിതയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നില്ലേ നീ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നു. നീ ഇത്ര നന്ദികെട്ടവളായി പോയല്ലോ. എന്നാലും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇഷിതയുടെ കർണത്തിന് അടിക്കാൻ കൈയും കൊണ്ട് ഓങ്ങുവാണ്. പെട്ടെന്ന് ആഷിത കയ്യിലേക്ക് കൊണ്ട് കയറി പിടിച്ചു. ദേ തൊട്ടുപോയത് എന്റെ അനിയത്തിയെ തൊട്ടുപോയത് നിങ്ങൾ വിവരം അറിയുമെന്ന് പറയണം. ഇത് കേട്ട് ഒരു നിമിഷം മാധവ് എല്ലാവരും ഞെട്ടിപ്പോയി. നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? നിങ്ങളുടെ മകന്റെ കുഞ്ഞു പോയത് ഇഷു കാരണമാണോ? ആ കുഞ്ഞിനെ ഇങ്ങോട്ട് അവളെ ദേനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കുഞ്ഞ് വയറ്റിൽ കിടക്കുന്ന മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിന് ഇഷുവിനെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങളല്ലേ വലിയ ജോൾസിനെയൊക്കെ നോക്കിയിട്ട് ജാതകവും നാളും എല്ലാം നോക്കിയിട്ട് നിങ്ങൾ പുറത്തെടുക്കാണ്ട് നിങ്ങൾ ശ്രമിച്ചേ. എന്നിട്ട് ഇപ്പൊ എന്തായെന്ന് ചോദിക്കുക. എല്ലാം നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ടാ. നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കുന്നതിന്റെ ഒരു പരിധിയുണ്ട്. അതിനേക്കാൾ ഉപരിയാ ഇഷുവിനെ നിങ്ങൾ വേദനിപ്പിച്ചേ. അതിന് ദൈവമായിട്ട് ചെന്ന് ശിക്ഷയാന്നേ പറയുള്ളൂ. ഈ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ലാത്ത. പക്ഷെ എനിക്ക് മാധവിനെ കുറിച്ചും ദേവനെ കുറിച്ചും ഓർത്ത് വിഷമമുണ്ട്. പക്ഷെ നിങ്ങളുടെ അഹങ്കാരം ഉണ്ടല്ലോ. ദേ ഇനി അവളെ തൊട്ടിട്ടുണ്ടെങ്കിലേ ഇത്രയും കാലം കണ്ട ആഷിതയുടെ മുഖമായിരിക്കില്ല നിങ്ങൾ കാണുന്നതെന്ന് പറയാണ്. മനസ്സിന് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇത്രയും മനസ്സിന് പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് നിങ്ങൾ ഡോക്ടറോടെ എന്ന് ചോദിച്ചു വെക്കുക. അല്ലാതെ ഇഷുവിന്റെ നേരെ ചാടിക്കളിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാനാ. ആകപ്പാടെ തകർന്ന് തരിപ്പണമായിപ്പോയി. മനസ്സിന് അങ്ങോട്ട് പോയിരുന്നു പൊട്ടിക്കരയുവാണ്. ഇനിയിപ്പോ എല്ലാ പ്രതീക്ഷകളുമാണ് തെറ്റിപ്പോയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് ചിപ്പിമോൾക്ക് ആകപ്പാടെ സങ്കടമായിരുന്നു. ചിപ്പിമോൾ കാണും മുറിയിൽ ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടിയില്ല. വല്ലാത്ത വിഷമത്തോട് വിട്ട് ചിപ്പിമോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അവിടെ ആകാശം രചന നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രചന ഇരിക്കുന്ന സമയത്ത് രചനയുടെ നെറ്റിയിലേക്ക് ആകാശം ഉമ്മ വെക്കണം. അപ്പം ആകാശിന്റെ കയ്യിൽ മദ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മദ്യ ഗ്ലാസും പിടിച്ചാണ് അങ്ങനെ ഉമ്മ വെക്കുന്നത്. പെട്ടെന്നാണ് അങ്ങോട്ട് ചിപ്പിമോൾ ഓടി ഇറങ്ങി വരുന്നത്. ചിപ്പിമോളെ കണ്ട് ഒരു നിമിഷം രചന എന്തേ മോള് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആകാശിനെ അങ്ങ് തട്ടി മാറ്റുവാണ്. പക്ഷെ ആകാശിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഇത് കണ്ട് ഈ കാഴ്ച കണ്ട് ചിപ്പിമോളെ കാണാൻ വല്ലാത്ത എന്തോ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. തന്നെ പോലും ചേർത്ത് നിർത്തിയിട്ട് അമ്മ ഒരു ഉമ്മ പോലും തന്നിട്ടില്ല. ഒരു വിഷമം മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. ആകാശ് പറഞ്ഞു, നീ എന്താ രചന എന്നെ തള്ളി മാറ്റിയത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നീ ഒരു ഭാര്യ എന്ന നിലയിലല്ല. ഇപ്പൊ നിനക്ക് എപ്പോഴും നീ ഒരു അമ്മയാന്നൊരു ചിന്ത മാത്രം നിന്റെ മനസ്സിലുള്ളൂ. നിന്റെ കുഞ്ഞ് അങ്ങനെയൊക്കെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ കടമകൾ ഇതൊന്നും നിർവഹിക്കാണ്ട് നിനക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് വേണ്ടത് ഒരു അമ്മേനെയല്ല, എനിക്ക് വേണ്ട ഒരു ഭാര്യേനെയാണെന്ന് പറയണം. അതുകൊണ്ട് പെട്ടെന്ന് രചന പറഞ്ഞു, ആകാശം ഞാൻ കൂടുതലൊന്നും പറയേണ്ടത് നമ്മൾ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ചിപ്പിമോൾക്ക് വല്ലാത്ത വിഷമമായി. ചിപ്പിമോൾ അങ്ങോട്ട് പോയി പൊട്ടിക്കരയാണ് അവിടെ നിന്ന്. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ആ കുഞ്ഞു മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അകത്തേക്ക് കയറി പോവുകയാണ്. പിറ്റേ ദിവസം നേരം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സൗദാമേന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ആയയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് ഷിയാമേനെ വിളിക്കണമെന്ന് പറയണം. എന്തിനാ മോളെ? എനിക്ക് ഷിയാമേനെ വിളിക്കണം, ഷിയാമേനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം അങ്ങനെ ഇഷിതനെ വിളിച്ചു കൊടുക്കുകയാണ്. ഇഷിതനെ വിളിച്ചു കൊടുത്തപ്പം ഇഷിത എന്താ ചിപ്പിമോളെന്ന് ചോദിക്കുക. എനിക്ക് ഷിയാമേനെ കാണണം എന്ന് പറയാ. അങ്ങനെ എന്ത് ചെയ്യുക, ഇഷിത ചിപ്പിമോളെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ്. കാണാൻ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ രചന ഉണ്ടായിരുന്നു. രചന ചിപ്പിമോളും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷിതനെ കണ്ട ചിപ്പിമോൾ ഓടിച്ചെന്ന് ഷിയാമയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ടത് രചനയുടെ മുഖം അങ്ങോട്ട് കറുത്തു. കാരണം ഇത്രമാത്രം സ്നേഹം ചിപ്പിക്കുക. അതുപോലെ ചിപ്പിനെ കോരിയെടുത്ത് ഉമ്മ വെക്കുകയാണ് ഇഷിത. ഇത്രയും ദിവസം തന്നെ കുഞ്ഞിനെ കാണാതിരുന്നിട്ട് കാണുന്ന ഒരു അമ്മയുടെ ഒരു വെപ്രാളം, വിഷമോ സങ്കടമോ എന്തെന്ന് അറിയത്തില്ല. കണ്ണൊക്കെ രണ്ടും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ചിപ്പിയുടെ ഒപ്പം തന്നെ ഇഷിതയുടെ. കാരണം ചിപ്പിക്കും അതുപോലെ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ചിപ്പി. ഈ കാഴ്ച കണ്ടതും ഒരു നിമിഷം രചനയ്ക്ക് പോലും തോന്നിപ്പോയി, താനാണോ ഇനി ഇവളുടെ അമ്മ അതാണോ അവളാണെന്നുള്ള കാര്യം. പെട്ടെന്ന് രചന ചോദിച്ചു, എന്താ അല്ല ഇഷിത എന്താ എങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. അല്ല ചിപ്പിമോളെ കണ്ടില്ലല്ലോ. അല്ല അതുകൊണ്ടാന്ന് പറയാം. അല്ല ഡോക്ടർ വന്നുകൊണ്ട് ഞാൻ ചോദിച്ചല്ലോ. കാരണം ആകാശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിണക്കരുതെന്ന്. കാരണം ഇനി ഇഷിതയെ കൊണ്ട് ഉപകാരം ഉള്ളതുകൊണ്ട് പിണക്കാനും പറ്റില്ലോ. അതുകൊണ്ട് പിണക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് തന്ത്രപരമായിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ
പറയുവാണ് രചന. പിന്നീട് കുറച്ച് സമയം കൂടെ ഇഷിത അവളോട് ഇപ്പൊ ചെലവഴിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും രചനയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ വരവ് അപകടമാണ്. പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവരെന്തേലും ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിവോഴ്സ് കേസിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ചിപ്പുമോളെ കിട്ടുന്ന കാര്യത്തിലാണെങ്കിലും വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാവും. അതൊന്നും ഒരിക്കലും പാടില്ല. അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ ഈ സമയത്ത് മഹേഷിന് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. മഹേഷിനാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാൻ കാരണമൊന്നുമല്ല, ചിപ്പിമോളെ കാണാൻ പോലും പറ്റുന്നില്ല. മഹേഷിന്റെ ഈ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇഷിതയ്ക്ക് മനസ്സിലായി. കാരണം മഹേഷ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇഷിത മഹേഷിനോട് പറഞ്ഞു, അതെ പുറത്തേക്ക് പോകുന്ന സമയത്താണ് പറയണേ, താഴേക്ക് ഓഫീസിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് മഹേഷ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് പറഞ്ഞു, അത് ഞാൻ ചിപ്പിമോളെ കാണാൻ പോകുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ചിപ്പിമോളെ ഞാൻ വിളിക്കാം, നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി എന്ന് പറയണം. ഇത് കേട്ടത് മഹേഷ് ആദ്യം ഒന്ന് ആലോചിച്ചു. ചിപ്പിമോളെ കാണാനായിട്ട് വെമ്പി നിൽക്കുമല്ലേ. അവസാനം മഹേഷ് ശരിയെന്ന് പറയണം. അങ്ങനെ ചിപ്പിമോളെ പോയി കൂട്ടിക്കൊണ്ട് വരുവാണ് ഇഷിത. അങ്ങനെ ചിപ്പിമോളെ കൂട്ടിക്കൊണ്ട് വന്ന് ചിപ്പിമോള് ഓടി വന്ന് ഇഷിതനെ കെട്ടിപ്പിടിക്കുകയാണ് ഷിയാമയെന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മഹേഷിനെ കണ്ണു പറഞ്ഞു. അപ്പോഴാണ് മഹേഷിനെ കാണുന്നത്. ഡാഡിയെന്നും പറഞ്ഞ് ഓടിച്ചെന്നങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ഇരിക്കുമ്പോഴത്തേനും മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മഹേഷ് കോരി എടുക്കുവാണ് അവളെ. എന്നിട്ട് ഉമ്മയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും ചിപ്പിമോള് വെച്ചു, എന്താ മോളെ കൂട്ടിക്കൊണ്ട് ഞാൻ ഡാഡി വരാത്തെ? ഇതേ ഞാൻ എപ്പോഴും ഡാഡിയുടെ കാര്യം ഓർക്കും, എനിക്ക് അങ്ങോട്ട് വരണം, എനിക്ക് ഇല്ലാതെ പറ്റില്ല, എനിക്ക് വരണം ഡാഡി, എന്നെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടല്ലേ ഡാഡി, എനിക്ക് അവിടെ വയ്യാന്നൊക്കെ പറഞ്ഞ് കരയുവാണ്. വല്ലാത്ത സങ്കടമായ മഹേഷോട് സാരമില്ല കേട്ടോ, വിഷമിക്കണ്ട, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും മോളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്നൊക്കെ പറയാണ്. പിന്നീട് ചിപ്പിമോളെ കൊണ്ട് വിടാണ്ട് ഇഷിത പോയി കഴിയുമ്പോൾ താങ്ക്സ്, ഒത്തിരി നന്ദിയുണ്ട്, ഞാൻ അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഈ നന്ദി ഈ സ്നേഹം അല്ല എന്നോട് കാണിച്ച ഈ ദയ ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് പറയണം എന്നൊക്കെ പറയാം. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, അതിന്റെ കാര്യമൊന്നുമില്ല, ചിപ്പിമോളുടെ മനസ്സിന് സന്തോഷമാണോ അത് മാത്രം ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ചിപ്പിമോളെ കൊണ്ട് വീട്ടുവിടുക. ആ സമയത്താണെങ്കിൽ സ്വപ്നവലിക്കും വല്ലാത്ത ടെൻഷനാ. എങ്ങനെയാലും ചിപ്പിമോളെ ഒന്ന് പോയി കണ്ടേ മതിയാവുള്ളൂ. ചിപ്പിമോളെ കാണാതിരിക്കണേ എത്രയാന്ന് വെച്ചാ കാണാതിരിക്കണേ. ഇത്ര നാൾ 6 മാസം തൊട്ട് വളർത്തിക്കൊണ്ടിരുന്ന സ്വപ്നവലിയല്ലേ. അവസാനം നളിനിയോട് പറഞ്ഞു, നളിനി എനിക്ക് ചിപ്പിമോളെ കാണാൻ പോണം, രചനയുടെ വീട്ടിലെങ്കിൽ രചനയുടെ വീട്ടില് അവിടെ ചെന്നിട്ട് എനിക്ക് ചിപ്പിമോളെ കാണണം, ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം. അവസാനം നളിനി പറഞ്ഞു, അങ്ങോട്ട് ചെന്നാൽ പ്രശ്നമാവുമോ, അവിടെ ആ രചനയുണ്ടെങ്കിൽ പ്രശ്നമാകത്തില്ലെന്ന് ചോദിക്കുക. എന്തൊക്കെ ചെയ്തിട്ടാണ് ശരി, എനിക്ക് അവളെ കണ്ടേ മതിയാവുള്ളൂ, കാണാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. അവസാനം നള്ളിയും കൂട്ടിക്കൊണ്ട് രചനയുടെ വീട്ടിലേക്ക് സ്വപ്നവല്ലി വരുവാണ്. അങ്ങനെ ഗേറ്റൊക്കെ കടന്ന് അകത്തേക്ക് വരുവാണ്. അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾ അവിടെ ഉണ്ടായിരുന്നു. ചിപ്പിമോള് ഒച്ച കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നള്ളിയും അവരും കൂടെ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സൗദാമിനെ ആദ്യം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത്. സൗദാമി ചാര എന്താന്ന് ചോദിക്കണം. ചിപ്പിമോളെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണം. അപ്പൊ എന്താണെങ്കിലും സ്വപ്നവല്ലിയുടെ ഒച്ചയുടെ അച്ചമ്മയെന്നും പറഞ്ഞുകൊണ്ട് ചിപ്പിമോൾ ഓടി അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അപ്പോഴേക്കുമാണ് രചന അങ്ങോട്ട് വരുന്നത്. രചന വരുമ്പോഴത്തേനും കൊച്ച് അവരെ വിളിച്ചോണ്ട് ഓടി ഇറങ്ങി വരുന്ന രംഗം കാണുന്നത്. പെട്ടെന്ന് ചെന്നിട്ട് രചന അവളെ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിച്ചു. ചിപ്പിമോളെ ഇങ്ങോട്ട് വരാൻ പറയണം. ചിപ്പിമോൾ ഇല്ല ഞാൻ വരത്തില്ല എന്ന് എനിക്ക് എൻ്റെ അച്ഛമ്മ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മേ എന്നെ കൊണ്ടോ അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് ഓടി ഇങ്ങോട്ട് വരുവാണ്. പക്ഷേങ്കിൽ സ്വപ്നവല്ലിക്ക് ചിപ്പിമോളെ കയ്യെ തൊടാൻ പോലും പറ്റുന്നതിന് മുമ്പ് കുഞ്ഞിനെ പിടിച്ച് വലിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകണം രചന. പിന്നീട് സൗദാമിനോട് പറഞ്ഞു, കുഞ്ഞിനെ താഴേക്ക് വിട്ടേക്കലെന്ന് പറയണം. സൗദാമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ പിന്നീട് അവസാനം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് എൻ്റെ വീടാണ്, ഇങ്ങോട്ട് കയറി വരാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നേന്ന് ചോദിക്കുക. സൗദാമിൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലി പറഞ്ഞു, അതെ നിന്റെ വീടായിരിക്കും, പക്ഷെ എൻ്റെ മകന്റെ കുഞ്ഞാന്ന് പറയണം, അത് നിങ്ങളുടെ മകന്റെ മാത്രം എന്റെയും കൂടെയാന്ന് പറയണം. പിന്നെ അവിടെ കിടന്ന് അവർ പൊരിഞ്ഞ പോരാട്ടമാണ് നടത്തുന്നത്. 6 മാസമായിട്ട് ഇട്ടിട്ട് പോന്ന ഇപ്പോഴാണ് നീ കുഞ്ഞിനെ അന്വേഷിക്കുന്നൊക്കെ വെച്ച് പോരാട്ടമായിരുന്നു. അവസരം പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറയാം. സ്വപ്നവല്ലിക്ക് അവിടെ നിന്ന് ഇറങ്ങാല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. പക്ഷെ വീട്ടിൽ വൈകുന്നേരം മഹേഷ് വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. മഹേഷ് പറഞ്ഞ് പോട്ടെ, ഇനിയിപ്പോൾ എന്താണെങ്കിലും കുറച്ച് ദിവസത്തെ കാര്യമുള്ളൂ, വിഷമിക്കണ്ടെന്നൊക്കെ പറയണം. ഈ സമയം വിനോദ് മാളികേണ്ട കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ട്, ഇഷിതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുചിത്ര. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇഷിത പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, കാര്യം ഇനി ഒരു ചതിക്കുഴി പെടാൻ നോക്കണം. അവൻ വന്നു കഴിയുമ്പോൾ ഇനിയിപ്പോൾ അവൻ്റെ കൂടെ ഇഷ്ടമാണെന്ന് പറയും, എന്തെങ്കിലും ചെയ്തോ, പക്ഷേ എങ്കിലും മുമ്പത്തെപ്പോൾ ഒരു ചതി ഇനി പറ്റാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഉപദേശിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ആകാശാണ് പെട്ടുപോയത്. ആകാശിന് മനസ്സിലായി. കാരണം കുഞ്ഞ് വന്നതോടുകൂടി രചനയിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ആകാശും രചനയും തമ്മിൽ വഴക്കൊക്കെ ആവാനായിട്ട് തുടങ്ങി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ അവർ തമ്മിൽ അടിച്ചു പിരിയോന്ന് അറിയത്തില്ല, എന്തായാലും തീരുമെന്ന് അറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാ, ഇഷ്ടതയും മഹേഷും കൂടെ കൂടുതൽ അടുക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.